യൂട്യൂബർമാർക്ക് ലൈസൻസ് കൊണ്ടുവരണം. രമേശ് പിഷാരടി വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് പിഷാരടി അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സിനിമാ നടൻ സലീം കുമാറിൻ്റെ മരണവീടുമായി ബന്ധപ്പെട്ട് പാപ്പരാസികൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഓൺലൈന് ഒരു മൊബൈലും പൊക്കിപ്പിടിച്ചുകൊണ്ട് ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കാതെ മറ്റുള്ളവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള നിമിഷങ്ങളിലേക്ക് വലിഞ്ഞു കയറി പോകുന്ന സോ കോൾഡ് യൂട്യൂബേഴ്സ് യഥാർത്ഥമായ റിപ്പോർട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ഇവരിങ്ങനെ സമൂഹത്തിനൊരു ആഫ്രിക്കൻ പായൽ എഫക്റ്റ് പോലെ ആകുന്ന ഇവന്മാർ നമ്മുടെ സമൂഹത്തിന് ഒന്നാകെ വിഷമമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് നമ്മൾ പറയുന്ന ഒരു പബ്ലിക് നോൺസെൻസ് അല്ലെങ്കിൽ പബ്ലിക് ന്യൂസെൻസായി മാറുന്ന രീതിയിലേക്ക് സോ കോൾഡ് ഓൺലൈൻ മീഡിയാസ് മാറുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളിപ്പോൾ നടൻ സലീം കുമാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ടത്. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ അന്ന് സലീം കുമാറിൻ്റെ മകൻ കുറച്ചുകൂടി നല്ല രീതിയിലാണ് പെരുമാറിയത്. നോർമലായിട്ടുള്ള ഒരു പ്രായത്തിലുള്ള കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ 2 അടി കിട്ടുമായിരുന്നു. ഈ ഒന്നും തള്ളും ഉണ്ടാക്കിയ പത്രപ്രവർത്തകർ എന്ന് പറയുന്ന പത്രപ്രവർത്തകരൊന്നുമില്ല. എനിക്ക് തോന്നുന്നു നാഷണൽ മീഡിയാസ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മനോരമ, അതുപോലെ മാതൃഭൂമി ടെലിവിഷൻ, അതുപോലെ പ്രസ്തുത സോക്കോൾഡ് അറിയപ്പെടുന്ന ചാനലുകളൊന്നും ഇപ്പറഞ്ഞ പോലെ ഒന്നും തള്ളും ഉണ്ടാക്കി വാളുണ്ടാക്കി വിഷയം ഉണ്ടാക്കുന്നില്ല. കാരണം അവരൊക്കെ കാലങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എണ്ണം മൊബൈലും പിടിച്ചിറങ്ങും. അവിടെയും ഇവിടെയും കയറിയിട്ട് നമ്മുടെ നാട്ടിലെ വേസ്റ്റ് കൂട്ടിയിടുന്നിടത്ത് ഈച്ചകൾ വരൂലേ, അതുപോലെ ഫോണും തൂക്കി പിടിച്ച് അവിടെയും ഇവിടെയും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒപ്പിയെടുത്തിട്ട് സ്വന്തം ചാനലിലും മറ്റുള്ള ഓൺലൈൻ മീഡിയക്കാർക്ക് അത് ആ ഫൂട്ടേജ് വിറ്റിച്ചൊക്കെ ജീവിക്കുന്ന ഒരുപാട് എന്താ പറയുക എല്ലും കഷ്ടങ്ങൾ നോക്കി നിൽക്കുന്ന നായകളെ പോലെ അങ്ങും ഇങ്ങും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരുപാട് ടീമുകൾ ഇപ്പോൾ ഉണ്ട്. പറയാതെ വയ്യ. കാരണം യൂട്യൂബ് അല്ലെങ്കിൽ അതുപോലെയുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കലാണ് ഉദ്ദേശം, അല്ലെങ്കിൽ അതിൽ നിന്ന് ജീവിത വരുമാനം ഉണ്ടാക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് മറ്റുള്ളവൻ്റെ പ്രൈവസിയിൽ കൈകടത്തിക്കൊണ്ടാകരുത്. ഇന്ന് പിഷാരടി പറഞ്ഞു വെക്കുന്ന വലിയൊരു കാര്യമുണ്ട്. ഇത് നാളെ സ്വതന്ത്രമായി യൂട്യൂബിനെ അവരുടെ പാഷന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഭീഷണിയാകുന്ന രീതിയിലാണ് ഈ പാപ്പരാസികളുടെ പെരുമാറ്റം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു സ്ഥലത്തിന് നമ്മൾ മാനിക്കണ്ടേ? നമ്മളിപ്പോൾ ഒരു കല്യാണം കവർ ചെയ്യാൻ പോകുന്നത് പോലെ ഒരു മരണ വീട് കവർ ചെയ്യാൻ പോവോ? ഒരു കല്യാണം എന്ന് പറയുമ്പോൾ അവിടെ സന്തോഷത്തിൻ്റെ മുഹൂർത്തമാണ്, അവിടെ എല്ലാവരും ആ ഒരു വൈബിലുണ്ട്. ഒരു മരിച്ച വീട് എന്ന് പറയുമ്പോൾ അവിടെ ചില റെസ്പെക്റ്റ് കൊടുക്കണം. നമ്മൾ ഒരു മര്യാദയുണ്ട്. മരിച്ച വീടിന് കൊടുക്കേണ്ടതായ ആ വീട്ടിലെ ആ മരിച്ച ആളുടെ ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കുമുള്ള കുറച്ച് അവകാശങ്ങളുണ്ട്. അതിനെയൊക്കെ ഹനിക്കുന്ന രീതിയിൽ ക്യാമറയും മൈക്കും തൂക്കി പിടിച്ചുകൊണ്ട് എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തിയിട്ട് അപ്പോൾ ആ സമയത്ത് ശരിക്ക് ഈ ചന്തു ബാണമൊക്കെ ഷൗട്ട് ചെയ്യാൻ കാരണം ഇവർ ആ ഫ്രീസർ അത്ര ഹെവിയാണ്. അത് പിടിച്ച് ഇവർ മുന്നോട്ടേക്ക് വരുമ്പോൾ ചുറ്റിലും നിന്നിട്ട് ഇങ്ങനെ പുഷ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തിയിട്ട് അവരുടെ മൂവ്മെൻറ്റിനെ തടയാണ് ഈ പാപ്പരാസികൾ ചെയ്തത് ശരിക്കും ലിറ്ററലി. ആ സമയത്ത് കുറച്ച് ടെമ്പറുള്ള ആൾക്കാരിലുണ്ടെങ്കിൽ അന്നേരം കൊള്ളു അടി കണ്ണടക്കി 2 കൊടുത്തിട്ട് ഇറങ്ങട പുറത്തെന്ന് പറയും. മരണ വീട്ടിൽ നിങ്ങളാരും ക്ഷണിച്ചതല്ല, നിങ്ങളുടെ ഇതും കൊണ്ട് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു മാന്യതയിൽ മാറി നിന്നുകൊണ്ട് ഒരു മൂലക്ക് മാറി നിന്നുകൊണ്ട് വീഡിയോ പിടിക്കുക, കുഴപ്പമില്ല, അതുവരെ ഓക്കെയാണ്. നമ്മൾ പറയില്ലേ നമ്മുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ മൂക്കിൻ തുമ്പ് വരെയേ ഉള്ളൂ. അയാളെ മൂക്കിന് കൊണ്ടേ കുത്തിയിട്ടല്ല നിന്റെ സ്വാതന്ത്ര്യം ഉണ്ടാക്കേണ്ടത്. അല്ലെ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് മറ്റോന്റെ അണ്ണാക്കിലേക്ക് മൈക്കൊണ്ടേ കുത്തി കൊടുക്കലല്ല. വളരെ മര്യാദ ഇല്ലാത്ത കാര്യങ്ങളാണ് നടന്നത്. ഇന്ന് പിഷാരടി അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ ശരിക്കും ലീഗൽ ആക്ഷനിലേക്കാണ് പോകുന്നത്. ഇനി മുതൽ അങ്ങോട്ടേക്ക് യൂട്യൂബർമാർക്ക് ലൈസൻസ് നിർബന്ധമാക്കാൻ പോവുകയാണ്. അതുപോലെ തോന്നിയതുപോലെ അവിടെയും ഇവിടെയും കയറി വീഡിയോ എടുത്തോ നിർത്തും. പ്രൈവറ്റൈസേഷൻ, അതായത് നിങ്ങളിപ്പോൾ ഒരാളുടെ എൻ്റെ ഒരു സെലിബ്രിറ്റിയുടെ
വീഡിയോ നിങ്ങൾ എടുക്കാൻ പോവുകയാണെങ്കിൽ അയാളുടെ പെർമിഷനോട് കൂടി മാത്രം. ഇനി പബ്ലിക് സ്പേസ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറ ഓൺ ആക്കാം. പക്ഷെ അയാളുടെ ഫോട്ടോ വീഡിയോ എടുത്തുകൊണ്ട് അതൊരു പബ്ലിക് സ്പേസിലേക്ക് നിങ്ങളത് മാറ്റിയിടുമ്പോൾ അവിടെ അയാളുടെ അവകാശങ്ങളുടെ, അയാൾ ഭക്ഷണം കഴിക്കുമ്പോൾ എടുക്കുന്ന വീഡിയോ നിങ്ങൾ എടുക്കുന്നത് അയാളുടെ ഭക്ഷണം സ്വതന്ത്രമായി ഭക്ഷണം കഴിക്കാനുള്ള അവകാശത്തെ നിങ്ങൾ ലംഘിച്ചുകൊണ്ട് നിങ്ങൾ അയാളുടെ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു വീഡിയോ പ്രൈവറ്റായി ഇട്ടുകൊണ്ട് അയാളുടെ സ്വകാര്യത നിങ്ങൾ മാനിക്കാത്തതിന് പേരിൽ കേസ് വരെ മുന്നോട്ടേക്ക് ഇനി വരും. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കിനി വരുന്നത്. കാരണം ഇന്ന് പിഷാരടി നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി ഇത്തരത്തിലുള്ള ടീമുകളെ ഒന്നും വിടാൻ പോകുന്നില്ല. നമുക്ക് പിഷാരടിയുടെ വാർത്താ സമ്മേളനം ഒന്ന് കാണാം. അത്ര ദൂരം സൂമുള്ള മൊബൈൽ ഫോണുകളാണ് ആളുടെ കയ്യിൽ ഇരിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഒരു മൂലക്കിരുന്ന് ഭക്ഷണം കഴിച്ച് വീട്ടിലെത്തി 10 മിനിറ്റ് കഴിയുമ്പം നമ്മൾ നോക്കുമ്പം നമ്മൾ ഫാമിലി ആയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും സാധാരണക്കാരനെ പോലെ ഭക്ഷണം കഴിക്കുന്ന പിഷാരടിനെ കണ്ടു എന്ന് പറഞ്ഞാൽ എന്താ പറയാൻ പറ്റും. പിന്നെ ഞങ്ങളൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ടാണ് ഞങ്ങൾക്ക് ചോദിച്ചു തരും തന്നെ എന്ന് പറഞ്ഞ് നാട്ടുകാർ കമന്റ് വിടും. വെറുതെ വെള്ളം കുടിക്കുമ്പോൾ ഒരു ദിവസമായിട്ട് സാധാരണക്കാരനെ പോലെ വെള്ളം കുടിക്കുന്ന പിഷാരടിനെ കണ്ടു വെച്ചാൽ എന്ത് പറയാനാ. നമ്മളെ നാട്ടുകാരെ കൊണ്ട് ചീത്തുവിളി ഏൽപ്പിക്കുക, അവരുടെ റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇതില് ഞാനൊരിടത്ത് പറഞ്ഞതുപോലെ ഇവരത് കൃത്യമായിട്ട് മാനിപ്പുലേറ്റ്, ഒന്നുകിൽ ജനങ്ങളെ ഇതിന്റെ ബോധവൽക്കരിക്കണം. അത് ചെറിയൊരു കാര്യമല്ല. അത് ബോധവൽക്കരിച്ച് എത്തുക എന്ന് പറയുന്നത് എത്തൂല, അത്ര ഉണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ദിവസം ഞാനൊരു ഇന്റർവ്യൂ പറഞ്ഞാണ്, മഞ്ജു വാര്യരുടെ ഫോട്ടോ ഇട്ടിട്ട് നവ്യ നായരെ കാണാൻ എന്ത് സുന്ദരിയാണല്ലേ എന്ന് ക്യാപ്ഷൻ ഇടും. അപ്പൊ കുറെ പേര് വന്നിട്ട് ഇത് മഞ്ജു വാര്യരാന്ന് കമന്റ് ഇടുന്നു. കുറച്ച് പേര് വന്നിട്ട് കമന്റ് ഇടാൻ, എടാ ഇത് നിന്നെ പറ്റിക്കുകയാണ്, നീയൊക്കെ കമന്റ് ഇടാൻ വേണ്ടിയാണ് കമന്റ് ഇട്ടായിരുന്നു. ഇവൻ കമന്റ് ഇടും. ഇവരൊക്കെ ഒറ്റ കുഴിയിലാണ് കിടക്കണത്. തിരുത്താൻ വന്നവനും അതേ കുഴിയിലാണ് കിടക്കുന്നത്, എഴുതിയവനും ഇതേ കുഴിയിലാണ് കിടക്കുന്നത്. റീച്ച് ഉണ്ടാക്കുക, എൻഗേജ്മെന്റ് ഉണ്ടാക്കുക, അതൊക്കെ നിർദോഷകരമായി ഇതൊക്കെ ആൾക്കാരുടെ കയ്യിലുള്ളപ്പോൾ നടക്കുന്നത്. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഇന്നലെ ആ സമയം അത്രയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അത്രയും മനസ്സ് വേദനിച്ചിട്ടാണ് ഈ മാധ്യമ പ്രവർത്തനവും ഈ ഓൺലൈൻ കാര്യം. എല്ലാവരും പലരും നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, സഹപ്രവർത്തകരുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ സിനിമയുടെ പ്രൊമോഷനെ സഹായിക്കുന്നവരുണ്ട്. പല കാര്യങ്ങളിലും ആനുകാലികം എന്നുള്ള വാക്കിപ്പില്ലല്ലോ, നിമിഷമേ ഉള്ളൂ. അത് അപ്പം തന്നെ ജനങ്ങളിൽ എത്തിക്കുന്നുണ്ട്. അവര് ചെയ്യുന്ന നല്ല കാര്യങ്ങളെയൊക്കെ 100% അഭിനന്ദിക്കുന്നു, അതെല്ലാം 100% അംഗീകരിക്കുന്നു. നല്ല കാര്യങ്ങളെ കുറിച്ച് മനസ്സിലായില്ലേ? അതായത് പിഷാരടി പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പ് കാര്യമാണ്. അതായത് പിഷാരടി ഒരു ദിവസം ഇങ്ങനെ വെള്ളം കുടിക്കായിരുന്നു എവിടുന്നോ. അപ്പോൾ ഇത് ഏതോ ഒരു നീലക്കുയിലിനെ പോലത്തെ ഏതോ ഒരു റാസ്കള് ഇതെടുത്തു, ഇതിന്റെ വീഡിയോ സൂം ചെയ്തിട്ട് എടുത്തു. ഓക്കെ, അയാൾ കണ്ടിട്ടില്ല, ദൂരെ നിന്ന് എവിടുന്ന് എടുത്തു. എന്നിട്ട് പറയാ, ക്യാപ്ഷൻ ഇട്ട് കൊടുക്കുക, സാധാരണക്കാരെ പോലെ കുപ്പിയിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ട് പിഷാരടി. സംഭവം നോക്കണേ, ഓരോ തെറിവിളി വരുന്ന വൈകുന്നു. അപ്പോൾ അതിന്റെ കമന്റിൽ ആൾക്കാർ പറയാ, ഞങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രിയാണ് വെള്ളം കൊണ്ടുതരുന്നത്, പിഷാരടിക്ക് മാത്രം സാധാരണ പോലെ വെള്ളം കുടിക്കുന്നത്. പിഷാരടി തെറിവിളി നോക്കണം. ഇത് നിങ്ങൾക്ക് റീച്ച് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി എൻഗേജ്മെന്റ് വേണമെങ്കിൽ അതിന് എന്തൊക്കെ പരിപാടികളുണ്ട്. നിങ്ങൾ പിഷാരടി പറഞ്ഞ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അതാ, നിർദോഷപരമായിക്കൊണ്ട് ഒരാളെ ഉപദ്രവിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായ പരിപാടികൾ ചെയ്യാം. മറ്റുള്ളവൻ നടന്നു പോകുന്നതും മറ്റുള്ളവൻ വെള്ളം കുടിക്കുന്നതും അയാളൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം അയാൾ നേരിടേണ്ടി വരുന്ന ഒരു അവകാശ ലംഘനമാണത്. അയാളൊരു വെള്ളം കുടിക്കുമ്പോൾ, അയാളൊരു ഫാമിലി ആയിട്ട് പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് ഇത് പിഷാരടി സാധാരണക്കാരനെ പോലെ ഭക്ഷണം ഹോട്ടലിൽ ഇരുന്നുകൊണ്ട് പൊറോട്ടയും കറിയും കഴിക്കുന്ന പിഷാരടി. അങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നാട്ടിൽ പണിയില്ലാത്ത ഒരുപാട് പിള്ളേരുണ്ട് ഇപ്പോൾ. അപ്പോൾ പണിയുള്ള ആളും വിടും, എല്ലാവരും വിടും. നോൺസെൻസ് ആയിട്ടുള്ളതും അല്ലാത്ത ആൾക്കാരെല്ലാം കമന്റ് വന്നിട്ടിടും. ബാക്കി എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് കാല് കൊണ്ടാണല്ലോ, പിഷാരടി മാത്രം ഇരുന്ന് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. പിഷാരടിക്ക് തെറിവിളി, പിഷാരടി കുടുംബത്തിന് തെറിവിളി. നോക്കണം എവിടം വരെ എത്തി ഈ പാപ്പരാശികളുടെ കയപ്പ് എന്നുള്ളത്. അപ്പോൾ ഇയാൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഒന്നാ കേസ്. രണ്ടാമത് ഒരു ഹണി റോസ് നടന്നു പോകുന്ന ഒരു വീഡിയോ എടുക്കും, എന്നിട്ട് പറയും മഞ്ജു വാര്യർ ഹണി റോസിനേക്കാൾ സുന്ദരിയോ. ഏത് മഞ്ജു വാര്യർ? വീട്ടിൽ കിടന്നുറങ്ങുന്ന മഞ്ജു വാര്യർ ആയിരിക്കും. ഹണി റോസും ഇത് അറിയുന്നുണ്ടാവില്ല. ഹണി റോസ് ഒരു പരിപാടിക്ക് പോകുന്നതാണ്, ഉദ്ഘാടനത്തിന് പോയതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബന്ധമില്ലാതെ, അന്തവും കുന്തവും ഇല്ലാതെ മാങ്ങ എത്ര എന്ന് ചോദിച്ചാൽ ചക്ക 10 എന്ന് പറയുന്ന പോലത്തെ രീതിയിലാണ് ഓൺലൈൻ ഈ പറയുന്ന സോക്കോൾഡ് കൈവേറിപ്പോയതാണ്. അതാണ് ഒരുപാട് കഴിവുകൾ കൂടിയിട്ട് കൈവേറിയായി മാറിയ സോക്കോൾഡ് മൊബൈൽ ഓൺലൈൻ മീഡിയാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന തന്തയില്ലായ്മത്തരം തന്നെ പറയണം. പിഷാരടി വളരെ മാന്യമായ രീതിയിൽ പറഞ്ഞു, ഇവർക്കൊക്കെ ലൈസൻസിങ് ഏർപ്പാട്. ലൈസൻസിങ് അല്ല, ഈ പരിപാടിക്ക് ശരിക്കും കേസെടുക്കുക വേണ്ടത്.
അത്രയും നോൺസെൻസ് ആയിട്ടുള്ള കാര്യമാണ്. മറ്റുള്ള ഒരാളുടെ പിന്നെ പ്രൈവറ്റ് കാര്യങ്ങളിലേക്ക്, അയാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ ആർക്കും അവകാശമില്ല. നമുക്ക് പറയാം ഇന്ന ആള് ഇന്ന സ്ഥലത്ത് നമ്മൾ കണ്ടിരുന്നു, അല്ലെങ്കിൽ അയാൾ ഇന്ന് ചെയ്ത കാര്യങ്ങൾ തെറ്റാണെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ആരോപണം വരെ പോകാം. അതിൻ്റെ അപ്പുറത്തേക്ക് കയറിക്കൊണ്ട് അയാളുടെ വീഡിയോ എടുത്ത് അയാളുടെ ഫോട്ടോ എടുത്തുകൊണ്ട് നമ്മുടെ ചാനലിൽ കൊണ്ടുവന്നിരുന്നു ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. അത് എന്തിൻ്റെ പേരിലായാലും, അൺലെസ് ആൻഡ് അൺടിൽ ദാറ്റ് ആ പേഴ്സൺ അപ്രൂവ് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു വിഷയം, ഈ ടോപ്പിക്ക് സംസാരിക്കാനുണ്ടായ കാരണം തന്നെ സലീം കുമാറിൻ്റെ വീട്ടിൽ സലീം കുമാറിൻ്റെ മകൻ ചന്തു അങ്ങോട്ട് മാറിയിരിക്കുന്നു ഇവരോട് ഷൗട്ട് ചെയ്തു. ചിന്തിച്ചു നോക്ക്, അയാളുടെ വീടാണ്, മരിച്ചിരിക്കുന്ന അയാളുടെ അച്ഛനാണ്. നിങ്ങൾക്ക് സലീം കുമാർ നടനൊക്കെ നിങ്ങൾക്കാണ്, മരിച്ചിരിക്കുന്ന അയാളുടെ അച്ഛനാണ്. അയാൾക്ക് തോന്നുന്നു അയാളുടെ പ്രൈവസി, സ്വകാര്യത ഹനിക്കപ്പെട്ടിരിക്കുകയാണ്. കുറേ ഊളകൾ, ഒരു പരിചയമില്ലാത്ത കുറേ കൈവേറകൾ വന്നിട്ട് ആ മരണ വീടിനെ അലങ്കോലമാക്കിക്കൊണ്ട് പെരുന്നോണെല്ലാം ഫോട്ടോ എടുത്ത് അഭിപ്രായം ചോദിച്ചു. അവിടെ ഒരു ബാളമയം. അപ്പോൾ അയാൾക്കത് പിടിക്കുന്നില്ല. അയാൾ പറയണം നിങ്ങൾ മാറി നിൽക്കൂ. എന്നിട്ടും മാറി നിൽക്കുന്നില്ല. അവസാനം മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പറയാണ് നിങ്ങളൊന്ന് മാറി നിന്ന് കൊടുക്കുക, അവരുടെ കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. എന്നിട്ടും ഫ്രീസറിന് ചുറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരിങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുകയാണ്. എന്തൊരു കഷ്ടം നോക്കണേ. അപ്പോൾ ഇത് വ്യക്തമായിട്ട് ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഗവൺമെൻറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ ഈ വീഡിയോ പിടുത്തം നടക്കുന്ന എല്ലാത്തിനും ലൈസൻസ് ഏർപ്പാടാക്കണം. ആരെ പറ്റിയാണോ അവർ എടുക്കുന്നത് ആ വീഡിയോ, അത് ആ വ്യക്തിയുടെ സമ്മതപ്രകാരം അല്ലാതെ എടുക്കുന്ന വീഡിയോ ആണെങ്കിൽ അതിനെതിരെ മാനനഷ്ടത്തിന് കേസ് പോകുന്ന രീതിയിലായിരിക്കും നിയമങ്ങളുടെ പോക്ക്. ഉറപ്പാണ് ആ രീതിയിലെ കാര്യങ്ങൾ പോകാൻ പോകുന്നത്.